ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലുള്ള കുറച്ച് ചെടികൾ കാണിക്കുകയാണ്. എൻ്റെ വീട്ടിൽ കുറേ ചെടികളുണ്ടായിരുന്നു ഒരു 2-3 വർഷം മുമ്പ് വരെ. പക്ഷേ അതിനുശേഷം എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നതിന് ശേഷം ഞാൻ കാര്യമായിട്ട് ശ്രദ്ധിക്കാത്തതുകൊണ്ടെല്ലാം നശിച്ചു പോയി. പിന്നീട് ഞാൻ വീണ്ടും ചെടി വളർത്താൻ തുടങ്ങി. ഈ ചെടി എൻ്റെ വീട്ടിലെ ഏറ്റവും വലിയ ചെടിയാണ്, ഏറ്റവും പഴക്കം ചെറിയ ചെടിയാണ്. ഞാനിതൊരു വലിയ പോട്ടിലാണ് നട്ടിരിക്കുന്നത്. ഇതൊരു ചെമ്പരത്തി ചെടിയാണ്, സാധാ ചെമ്പരത്തി ചെടി. അത് ഈ അടുത്തിടെയായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ എൻ്റെ വീട്ടിലുള്ള വലിയൊരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റാണ്. ഇതൊരു ക്ലേയുടെ പോട്ടിലാണ് നട്ടിരിക്കുന്നത്. ഒരുപാട് വർഷങ്ങളായിട്ട് എൻ്റെ വീട്ടിലുണ്ട്. പിന്നെ ഞാൻ ബോൾ ടൈപ്പിൽ ഈ ഹാങ്ങിങ് പ്ലാന്റ്സ് ഇത് വളർത്തിയിട്ടുണ്ട്. ഇത് തൂക്കിയിട്ടിരിക്കുന്ന ഒരു മാവിലാണ്. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് നല്ലൊരു മാവുണ്ട്. നന്നായിട്ട് പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് മാവ്. വീടിനെ മറിച്ചാണ് വീട്ടിൽ നല്ലൊരു ഷെയ്ഡ് വന്നാണ് നിൽക്കുന്നത്. ഭയങ്കര ഭംഗിയാണ് മാവ് മരക്കുന്നത് കാണാനായിട്ട്. പിന്നെ ഇപ്പോൾ എൻ്റെ വീട്ടിൽ അങ്ങനെ വലുതായിട്ട് ചെടികളൊന്നുമില്ല. ഇതെല്ലാം പണ്ടേ ഉള്ള ചെടികളാണ്. പിന്നെ ഇതൊരു റെഡ് പാമാണ്, വീടിൻ്റെ ഒരു സൈഡിലായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന ഈ പ്ലാന്റ്സൊക്കെ നശിച്ചു പോയതിന് ശേഷം രക്ഷപ്പെട്ട് വന്ന പ്ലാന്റ്സുകളൊക്കെയാണ്. ഒരുപാട് ഹാങ്ങിങ് പ്ലാന്റ്സ് ഈ കമ്പിയിലൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഹാങ്ങിങ് പ്ലാന്റ്സ്, എല്ലാ തരത്തിലുള്ള ചെടികളും വളർത്തിയിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാം പോയി. പിന്നീടിപ്പോൾ ഞാൻ വീണ്ടും പ്ലാന്റ്സ് വളർത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ചെടിയൊക്കെ എൻ്റെ പഴയ വീട്ടിൽ നിന്നതാണ്. ഇതിനെയൊക്കെ ഇനി റിപ്പോർട്ട് ചെയ്ത് നന്നായിട്ട് ഭംഗിയായിട്ട് വളർത്തണമുണ്ട്. ഇതൊക്കെ എൻ്റെ വീട്ടിൽ പണ്ടേ നിന്നിട്ടുള്ള ചെടികളൊക്കെയാണ്. ഈ ചെടികളിലെല്ലാം ഈ സ്റ്റാൻഡ് നിറയെ വെറൈറ്റി ആയിട്ടുള്ള ചെടികളാണ് ഞാൻ വളർത്തിയിട്ടുണ്ടായിരുന്നത്. മോൾ ഭാഗം നന്നായിട്ട് വെയിലടിക്കുന്നുണ്ടായതുകൊണ്ട് ബൊഗൻവില്ലാസാണ് മെയിനായിട്ടുണ്ടായിരുന്നത്. അത് കുറേയൊക്കെ നശിച്ചു പോയി. കുറച്ചൊക്കെ ഉണ്ട്. അത് ഞങ്ങളുടെ തന്നെ ഒരു പ്രോപ്പർട്ടിയിൽ കൊണ്ടുപോയി തറയിൽ നട്ട് അവിടെ നന്നായിട്ട് വളർന്ന് പൂ പിടിച്ച് നിൽപ്പുണ്ട്. അടുത്തൊരു വീഡിയോയിൽ ഞാനതൊക്കെ കാണിക്കാം. ഈ ചെടി എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ആൻറ്റി തന്ന ചെടിയാണ്. ഈ ചെടികളെല്ലാം നന്നായിട്ട് വളർന്ന് ബുഷിയായിട്ട് നിന്നതാണ്. എല്ലാം നശിച്ച് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം നോക്കാതെയും പിന്നെ ഇവിടെ വെള്ളത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി ഒരിടയ്ക്ക് വെച്ച്. അങ്ങനെയൊക്കെ വെള്ളത്തിൻ്റെ കുറവ് കൊണ്ടുമൊക്കെ എല്ലാം നശിച്ചു പോയി. ഇപ്പം ഞാൻ വീണ്ടും എല്ലാത്തിനെയും ചെറുതായിട്ട് റിപ്പോർട്ട് ചെയ്ത് വളർത്തി തുടങ്ങിയിരിക്കുകയാണ്. ഒന്നും ഒരു ഓർഡറിലൊന്നും അല്ല വെച്ചിരിക്കുന്നത്. എല്ലാം ഞാൻ വളർത്താൻ തുടങ്ങിയപ്പോഴുള്ള ഇപ്പോഴുള്ള ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് എല്ലാ പോട്ടുകളൊക്കെ മാറ്റി. ഇതെല്ലാം പഴയ പോട്ടുകളാണ്. എൻ്റെ കയ്യിൽ മുമ്പേ ഇരുന്ന പോട്ടിൽ തന്നെയാണ് ഞാൻ വീണ്ടും ചെടി വളർത്താൻ തുടങ്ങിയിട്ടുള്ളത്. ഞാൻ വളർത്തുന്ന സമയത്ത് എല്ലാം വൈറ്റ് പോട്ടിലായിരുന്നു ചെടികൾ നട്ടിരുന്നത്. ഫുള്ളും വൈറ്റ് പോട്ടായിരുന്നു എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നത്. എനിക്ക് വൈറ്റ് ചട്ടിയോട് ഭയങ്കര ഇഷ്ടമാണ്. വൈറ്റ് കളറിൽ ചെടികൾ നിർത്തിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എല്ലാ ചെടികളും വൈറ്റ് പോട്ടിലാണ് നട്ടിട്ടുള്ളത്. ഇനിയും അതുപോലെ രണ്ടാമതും എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇതൊക്കെ ഞാൻ ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ട് ഇരുന്ന ചട്ടിയിലൊക്കെ വീണ്ടും എൻ്റെ നശിച്ചതിൻ്റെ ബാക്കിയുള്ള പീസ് വെച്ച് തുടങ്ങിയതാണ്. ഇപ്പം ഞാൻ ഒരുവിധമൊക്കെ വളർന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും നന്നായിട്ട് കുറച്ച് വൈറ്റ് പോട്ടൊക്കെ വാങ്ങിച്ച് നന്നായിട്ട് ഇതിനൊക്കെ ഒന്ന് റീപോർട്ട് ചെയ്ത് ഹാങ് ചെയ്തിടണമെന്നുണ്ട്. കൂടാതെ 2-3 സ്റ്റാൻഡുകളൊക്കെ സെറ്റ് ചെയ്ത് വെക്കണമെന്നുണ്ട്. അതിനൊക്കെ മനോഹരമായിട്ട് ഹാങ് ചെയ്യുമ്പോൾ വേറൊരു വെറൈറ്റി ആയിട്ടുള്ള ചെടികൾ കുറച്ച് വാങ്ങിച്ച് സെറ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. നടക്കുമോ എന്നൊന്നും അറിയത്തില്ല. എങ്കിലും ഞാൻ വീണ്ടും ചെടി വളർത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരുപാട് വെറൈറ്റി എല്ലാ ടൈപ്പിലും. ഇത് മാത്രമല്ല, എനിക്ക് കുറച്ച് ഗ്ലാസ് ബൗളിനകത്ത് വാട്ടറിൽ കുറച്ച് ചെടികൾ ഇട്ട് ഞാൻ വീടിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അത് വേറെ വീഡിയോയിൽ ഞാൻ കാണിക്കും. ഇതൊരു വേരിഗേറ്റഡ് ട്രിമ്മിയാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചെടികൾ. പിന്നെ ഒരു പഴയ ഒരു ലോട്ടസിൻ്റെ ഒരു ചെടിയുണ്ട്. ഇത് പൂ പിടിച്ചതാണ്.
ഒരുപാട് നാളായിട്ട് ഓടിക്കാതിരുന്നതിന് ശേഷം ഇപ്പോഴായിട്ട് കുറച്ച് ദിവസത്തിന് മുമ്പ് പിടിച്ചതാണ്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായെങ്കിൽ